നമസ്കാരം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അട്ടിമറി വിജയമാണ് BJP പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരവും തൃശൂരും അടക്കമുള്ള കോർപ്പറേഷനുകളിൽ ഭരണം പിടിക്കാമെന്നും നിരവധി പഞ്ചായത്തുകളിലും നിരവധി ബ്ലോക്ക് പഞ്ചായത്തുകളിലും അധികാരത്തിലെത്താമെന്നും BJP കണക്കൂട്ടുന്നു. അതിനുവേണ്ടിയുള്ള വളരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് BJP അവരുടെ അടിത്തട്ട് മുതൽ നടത്തിവരുന്നത്. അതേസമയം BJPയുടെ ഈ വലിയ വിജയത്തെ തടയിടാനുള്ള വലിയ കുതന്ത്രങ്ങളും മറുഭാഗത്ത് നടക്കുന്നു. അതേക്കുറിച്ചാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വലിയ പരാതി ഉന്നയിക്കുന്നത്. കേരളത്തിലെ നിരവധി ഇടങ്ങളിൽ പ്രത്യേകിച്ച് BJP വിജയിക്കാൻ സാധ്യതയുള്ള പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളടക്കം വൻതോതിൽ ക്രമക്കേടുകൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുകയാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ വരെ വലിയ അട്ടിമറികൾ നടക്കുന്നു. 2,77,000 വരുന്ന ഇരട്ട വോട്ടുകളാണ് കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഒരേ പേരിലും ഒരേ അഡ്രസ്സിലുമുള്ള വോട്ടുകൾ 2,77,000 വരും. അങ്ങനെ കോർപ്പറേഷനുകളും വാർഡുകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വൻതോതിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് ഇടതു സർക്കാർ നേതൃത്വം നൽകുന്നു. പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പരസ്യമായി ആരോപണം ഉന്നയിക്കുകയാണ്. രാജ്യത്ത് കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനെ കുറിച്ച് വലിയ വായിൽ ഉണ്ടയില്ല വെടി പുറപ്പെടുവിക്കുകയാണ് രാഹുൽ ഗാന്ധി. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് തൃശൂരിലും തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു, തൃശൂരിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടായി എന്ന് VS സുനിൽകുമാർ ആരോപിക്കുന്നു. അതേസമയം കേരളത്തിലെ സർക്കാരിന്റെ മൂക്കിന് താഴെ സർക്കാരിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി ഇടതു ഭരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലനിർത്താൻ വേണ്ടി BJP വിജയിക്കാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം അട്ടിമറികളെ കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് വളരെ നേരിയ സീറ്റുകളുടെ വ്യത്യാസത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം BJPക്ക് നഷ്ടമായത്. അന്നും പല വാർഡുകളിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നു. പലയിടങ്ങളിലും വോട്ടർ പട്ടികയിൽ CPMകാർ ക്രമക്കേട് നടത്തിയെന്ന് BJP ആരോപിച്ചിരുന്നു. അതിനുശേഷം കണ്ണിൽ എണ്ണയൊഴിച്ച് വളരെ സസൂക്ഷ്മമായി ഓരോ വാർഡുകളും വിലയിരുത്തുകയാണ് BJPയുടെ പ്രവർത്തകർ ചെയ്യുന്നത്. വോട്ട് ചേർക്കുന്നവരെ കുറിച്ച്, വോട്ടർ പട്ടികയിലെ ആളുകളെ കുറിച്ച് കൃത്യമായ ബോധ്യം BJPയുടെ താഴെത്തട്ടിലെ പ്രവർത്തകർക്കുണ്ട്. മരണപ്പെട്ടവരുടെ പേരുകൾ ഒഴിവാക്കുന്നു, വിദേശത്തുള്ളവരുടെ പേരുകൾ ഒഴിവാക്കുന്നു, മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ പേരുകൾ ഒഴിവാക്കുന്നു. വാർഡിന് പുറത്തുനിന്നുള്ള ആർക്കെങ്കിലും ഈ വാർഡിൽ വോട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് കൃത്യമായി പരിശോധന നടത്തുന്നു. അങ്ങനെ കൃത്യമായ ഒരു സ്ക്രൂട്ടിനി ഈ BJPയുടെ താഴെത്തട്ടിലെ പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായപ്പോഴാണ് ഈ അധിക വോട്ടുകളെയും ഇരട്ട വോട്ടുകളെയും കുറിച്ച് വളരെ കൃത്യമായ ഒരു ബോധ്യമുണ്ടായതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുമെന്നുള്ള വേവലാതി CPMനുണ്ട്. വിരളി പൂണ്ടിരിക്കുകയാണ് കേരളത്തിലെ CPM നേതൃത്വവും ഇടതുപക്ഷ സർക്കാരും. അതുകൊണ്ട് തന്നെ വൻതോതിലുള്ള വോട്ടർ ക്രമക്കേടിന് അല്ലെങ്കിൽ വോട്ടിംഗ് ക്രമക്കേടിന് ചൂട്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരാണെന്ന അതിഗുരുതരമായ ആരോപണമാണ് BJP ഉന്നയിച്ചിരിക്കുന്നത്. വാർഡ് വിഭജനത്തിൽ പോലും വലിയ തോതിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായി. BJP വിജയിക്കാതിരിക്കാൻ CPMന് അനുകൂലമായ രീതിയിൽ വാർഡുകൾ വെട്ടിമുറിച്ചു. ഒരു തരത്തിലും പ്രായോഗികമായി ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വാർഡ് വിഭജനമാണ് പലയിടങ്ങളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പല ഭാഗങ്ങളിലും നടന്നിട്ടുള്ളത് ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം.